കൈയും കാലും ഒക്കെ വണ്ണം കുറഞ്ഞ് മെലിഞ്ഞു വരുന്നു, ശരീരം മൊത്തത്തിൽ ഭാരം കുറഞ്ഞു വരുന്നു. പ്രമേഹമുള്ള ആളുകൾക്ക് കാലക്രമേണ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇതിനുള്ള പരിഹാര മാർഗം എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. നമ്മളുടെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശങ്ങളാണ്. സെല്ലെന്ന് പറയും, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഈ ഓരോ കോശങ്ങളിലും മെറ്റബോളിസം എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. നമുക്കത് വേണമെങ്കിൽ ഒരു പാചകം, നമ്മൾ ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന അടുക്കളയിൽ നടക്കുന്ന ഒരു പാചകം പോലെ കാണാം. അപ്പൊ ഈ മെറ്റബോളിസം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് പ്രാഥമികമായിട്ടും വേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഓക്സിജൻ, രണ്ട് ഗ്ലൂക്കോസ് ആണ്. അപ്പൊ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് അത് വയറിൽ ചെന്ന് ഡൈജസ്റ്റ് ചെയ്ത് ആഹാരത്തിൽ നിന്ന് ഗ്ലൂക്കോസ് രക്തത്തിലെത്തുന്നു. രക്തം ഈ ഗ്ലൂക്കോസിനെയും വഹിച്ച് ഓരോ കോശങ്ങളുടെ അടുക്കിൽ ചെന്ന് ഈ ഗ്ലൂക്കോസിനെ കോശങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റണം. അങ്ങനെ ഈ ഗ്ലൂക്കോസിനെ കോശങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റണമെങ്കിൽ ഇൻസുലിൻ വേണം. ഇൻസുലിനാണ് ആ ഒരു പ്രക്രിയ ചെയ്യുന്നത്, ഉള്ളിലേക്ക് കയറ്റുക എന്ന് പറയുന്നത്. പക്ഷേ ഇൻസുലിന്റെ അഭാവം അല്ലെങ്കിൽ ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നത് കൊണ്ട് ഗ്ലൂക്കോസിന് ഈ കോശങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. അത് രക്തത്തിലൂടെ ഒഴുകി നടക്കുന്നു. അപ്പൊ എന്തു പറ്റും, ഈ കോശങ്ങളുടെ ഉള്ളിൽ നടക്കേണ്ട മെറ്റബോളിസം എന്ന് പറയുന്ന ആ പ്രക്രിയ നടക്കില്ല, കോശത്തിന് ഊർജ്ജോൽപാദനം സാധ്യമല്ല. അങ്ങനെ വരുന്ന സമയത്ത് മെല്ലെ മെല്ലെ കാലക്രമേണ ഈ കോശങ്ങൾ നശിച്ചു പോകും. അപ്പൊ നമ്മുടെ കൈകാലുകളിലേക്കുള്ള വലിയ മസിലുകളുടെ കോശങ്ങൾ ഈ രീതിയിൽ നശിക്കുന്ന സമയത്ത് ഈ മസിലിന്റെ മാസ്, ആ ഒരു ബൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെയാണ് ഈ കൈകാലുകളൊക്കെ സൂക്ഷിക്കുന്നത്. ശരീരത്തിൽ മൊത്തത്തിലും ഈ ഒരു പ്രക്രിയ നടക്കും. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വെയിറ്റ് കുറഞ്ഞു വരും. മസിലുകൾ കുറയുന്നതിനെ നമ്മൾ സാർക്കോപീനിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പരിഹാര മാർഗം എന്താണ്? പ്രോപ്പറായിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്യുക. എക്സർസൈസ്, പ്രത്യേകിച്ച് നമ്മളെ മസിലുകളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ഇൻസുലിന്റെ അസാന്നിധ്യത്തിൽ പോലും ഗ്ലൂക്കോസിന് കോശങ്ങളുടെ ഉള്ളിൽ കടക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇൻസുലിൻ വേണ്ട, ഇൻസുലിൻ ഇല്ലാതെ തന്നെ ഗ്ലൂക്കോസിന് കോശങ്ങളുടെ ഉള്ളിൽ കടക്കാനും ഊർജ്ജോൽപാദനം ചെയ്യാനും പലപ്പോഴും സാധിക്കും. അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ കൂടുതലായിട്ട് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക, പ്രമേഹം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തുക. ഒരുപാട് ശരീരം ഇതുപോലെ മെലിഞ്ഞു പോയ ആളുകൾക്ക് നമ്മൾ ആയുർവേദത്തിൽ ചില ചികിത്സകളൊക്കെ ചെയ്യും ആ ഒരു ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട്. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പരിഹാര മാർഗമായിട്ട് വരുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.